പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബ്രദറിൻ്റെ DCP T830DW എന്ന പ്രിൻ്ററിൻ്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് കണ്ടുവരാം. അതിനു മുമ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം ബ്രദർ DCP T830DW ഡ്രൈവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. ഇവിടെ കുറേ സെർച്ച് ലിസ്റ്റിൽ കുറേ സൈറ്റുകൾ കാണാം. അവിടെ ബ്രദർ ഇന്ത്യയുടെ ഒഫീഷ്യൽ സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. സൈറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് നമ്മളെ വിൻഡോസ് ഏത് OSൻ്റെ വെർഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. വിൻഡോസ് ആണോ മാക് ആണോ ലിനക്സ് ഏതാ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നത് വിൻഡോസ് റിലേറ്റഡ് ആയിട്ടാണ്. മാക്ക് സെലക്ട് ചെയ്ത മാക്കിൻ്റെയും കുറേ വെർഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ലിനക്സ് ആണെങ്കിൽ ലിനക്സിൻ്റെ ഫയൽ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വിൻഡോസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് സെലക്ട് ചെയ്ത് അപ്പോൾ താഴോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിൻഡോസിൻ്റെ വെർഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഞാൻ വിൻഡോസ് 11 സെലക്ട് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് 10 64 ബിറ്റും വിൻഡോസ് 11 സെയിം ആണ്. അപ്പോൾ വിൻഡോസ് 10 ഉള്ള OS ഉള്ള ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഇത് വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഫുൾ സോഫ്റ്റ്വെയർ പാക്കേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് ഫുൾ ഡ്രൈവർ സോഫ്റ്റ്വെയർ പാക്കേജ് എന്നുള്ള കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. അത് കുറച്ച് കൂടുതൽ ഫയൽ സൈസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് വലിയ ഫാസ്റ്റുള്ള ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് ഇതേപോലെ നെക്സ്റ്റ് പേജിലോട്ട് വരും. ഇവിടെ അഗ്രി എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നത് കൂടെ കാണാൻ സാധിക്കും. യെസ്, ഇവിടെ നമ്മൾ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ലാംഗ്വേജ് മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കാവുന്നതാണ്. ഇവിടെ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മുടെ കണക്ഷൻ മെത്തേഡാണ് ചോദിക്കുന്നത്. ഈ വീഡിയോ നമ്മൾ USB കണക്ഷൻ വഴിയുള്ളതാണ് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം ജസ്റ്റ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ ലോഡിങ്ങിന് ശേഷം നമ്മോട് പറയും പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അതിനുള്ള ചെറിയൊരു ലോഡിംഗ് ആണ് കാണുന്നത്. യെസ്, ഇവിടെ നമ്മൾ കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ കേബിൾ വഴി കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ കേബിൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്കാനർ മോഡിൽ ഇതേപോലെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഒരു 45 ആംഗിൾ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം കേബിളിൻ്റെ ഒരു ഭാഗം നമുക്ക് പ്രിൻ്ററിൽ കണക്ട് ചെയ്യാനുള്ളൊരു ഭാഗമാണ്. ജസ്റ്റ് അത് എടുക്കുന്നു. അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതേപോലെ ഒന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ആ കറക്റ്റ് ആ പോർട്ടിൽ നമ്മൾ കേബിൾ കണക്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു വഴി ഇതിൻ്റെ ഒരു പാത്ത് കാണാൻ സാധിക്കും. കേബിൾ പോകാനുള്ള കറക്റ്റ് ആ പാത്തിലൂടെ മാത്രം കേബിൾ കൊണ്ടുപോവുക. കാരണം നമുക്ക് ഈ സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ചെയ്യാനുള്ളതാണ്. കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സ്കാനർ മൊഡ്യൂൾ ക്ലോസ് ആവുന്നതല്ല. ശേഷം മറ്റേ ഭാഗം നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ചെറിയ ലോഡിങ്ങിന് ശേഷം നമുക്കിവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നതാണ്. ജസ്റ്റ് ആ പേരിൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ളത് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് കസ്റ്റമർ ആൻഡ് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് കൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെയാണ്. കസ്റ്റമറിൽ പോയാൽ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അൺടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല സ്റ്റാൻഡേർഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡ്രൈവറും ഫുൾ സോഫ്റ്റ്വെയർ പാക്കേജും ഇൻസ്റ്റാൾ ആവുന്നതാണ്. നിങ്ങൾക്ക് അത് ഏതാ വേണ്ടത് എന്നുള്ളത് അതിന് കഴിഞ്ഞ ശേഷം ജസ്റ്റ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ അഡീഷണൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ആ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പിന്നെ നമ്മോട് ചോദിക്കുന്നത് ഇതിൻ്റെ കൂടെ വേറൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ളതാണ്. ആവശ്യമുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ കൊടുക്കുക. അല്ലെങ്കിൽ നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതേപോലെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരും. ജസ്റ്റ് അതൊക്കെ റിജക്റ്റ് ചെയ്യുക. നമുക്കിപ്പോൾ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല. ഇനി ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിൻ്റർ ഓഫ് ആകാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളെ സോഫ്റ്റ്വെയറിനോ ഏതെങ്കിലും ആപ്ലിക്കേഷനൊക്കെ പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. പ്രോപ്പറായിട്ട് പ്രിൻറ്റിങ് നടക്കും. അതിൻ്റെ പ്രോപ്പർ സെറ്റിങ്സ് എല്ലാം അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.